ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ ഒരു തേനീച്ചപ്പെട്ടി കാണിക്കാൻ വന്നതാണ്. കുറേ വർഷങ്ങളായിട്ട് ഈ വീട്ടിൽ താമസമില്ല. അപ്പോൾ ആ താമസമില്ലായിരുന്ന കല്ലിൻ്റെയൊക്കെ ഇടുക്കിൽ ഇങ്ങനെ തേനീച്ച കൂടുണ്ടായിരുന്നു വീടിൻ്റെ. അപ്പോൾ അതിനെയൊക്കെ പിടിച്ച് ഞാൻ 3-4 കലത്തിലാക്കി, കലത്തിലും ഒരു ബോക്സിൽ അങ്ങനെയൊക്കെ ആക്കി വെച്ചു. എല്ലാ വർഷവും ഞാൻ ഇപ്പം കുറേ നാളുകളായി ഞാൻ എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിൽ തേനെടുക്കും. അപ്പോൾ ഞാൻ ഇന്ന് തേനീച്ച കലമൊക്കെ കാണിക്കാം. തേനീച്ച ഉണ്ടോ, ഇത് ഇറങ്ങുകയും കയറുകയും അവരിങ്ങനെ പോവുക. ഇപ്പം ഞാനിവിടെ വന്നത് ഇതിന് കുറച്ച് നമ്മൾ മഴക്കാലമായി കഴിഞ്ഞാൽ ഇതിന് തീറ്റ കൊടുക്കണം. അപ്പോൾ മഴക്കാലത്ത് ഞാൻ പഞ്ചസാര ലായനി കൊടുക്കുന്നത്. എൻ്റെ ഇവിടെ പെട്ടിക്കകത്ത് കണ്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ കലത്തിലും ഉണ്ട്. വീടെല്ലാം മഴയായ കാരണം പൊളിഞ്ഞൊക്കെ കിടക്കുക. താമസമില്ലാതെ 10-20 വർഷമായിട്ടേ കിടക്കുന്ന വീടാണ്. പഴയ തറവാടായതുകൊണ്ട് നമുക്ക് പൊളിച്ച് കളയാനും പറ്റത്തില്ല അങ്ങനെ. അപ്പോൾ അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട്, പക്ഷെ അത് ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് കയറാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് കുറച്ച് കലമുണ്ട്. ഒരു കലത്തിൽ നിന്ന് എല്ലാവരും പറയും ഒരുപാടൊന്നും അങ്ങനെയൊന്നും കിട്ടത്തില്ല. ഒരു അരക്കുപ്പി, അതിൽ കൂടുതൽ കിട്ടത്തില്ല. ചെറുതേൻ കുറവാണ്, അതേസമയം വൻതേൻ നമുക്ക് ഒത്തിരി കിട്ടും. ഇതിന് ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ്. അതുപോലെ ഇത് കുറച്ചേ കിട്ടത്തുള്ള അതുകൊണ്ടാണോ എന്തോ സാധനം കുറവായിട്ടായിരിക്കും. നല്ല വിലയുണ്ട്, നല്ല ഗുണമുള്ള സാധനമാണ്. നമുക്ക് തീപ്പൊള്ളനും കൊച്ചു പിള്ളേർക്ക് ചുമയ്ക്ക് ഒക്കെ ചുമന്നുള്ളിക്ക് നീരിൻ്റെ അകത്ത് അങ്ങനെ ഒത്തിരി നമുക്ക് പിന്നെ ആയുർവേദ മരുന്നുകൾ മിക്കതും വെറ്റയില നീരിൻ്റെ അകത്ത് ഇതൊക്കെ കഴിക്കാൻ നമ്മൾ ആയുർവേദ മരുന്ന് ചില മരുന്നുകൾ ഈ തേൻ്റെ അകത്ത് കഴിക്കാനാണ് ഡോക്ടർമാർ പറയുന്നത്. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട്. അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വന്നത് എൻ്റെ തേനീച്ചപ്പെട്ടി. ഇത്രയേ ഉള്ളൂ. ഇനി തേൻ എടുക്കുന്ന സമയത്ത് ഞാൻ അടുത്ത വീഡിയോ കാണിക്കാം.